ഏകാലത്ത് എല്ലാവർക്കും ടെക്ലേ മത്സരം ഫോൺ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകും നമ്മുടെ മോട്ടോ G86 പവർ എന്ന് പറഞ്ഞ ഫോണാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ അണ്ടർ 20K ഏറ്റവും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഒന്നാണ്. നമുക്കിപ്പോൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തൃപ്പൂണിത്തുറയിൽ നമ്മൾ ഓക്സിജനിൽ വിളിച്ചു ചോദിച്ചു, അതേസമയം മൈജിയിൽ വിളിച്ചു ചോദിച്ചു, എവിടെയും കിട്ടാനില്ല. പിന്നെ രാത്രി 8:45 പോയിട്ടാണ് ഈ ഫോൺ എടുത്തത്. അപ്പോൾ ആകെ ഒരു വേരിയന്റേ ഉള്ളൂ, 8128 മാത്രമേ വരുന്നുള്ളൂ മോഡൽ. നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഫോൺ എങ്ങനെയുണ്ട്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു, കാരണം ഒബിയസ്ലി ഒരു ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യുമല്ലോ. നമുക്ക് നോക്കാം. സോ ടിപ്പിക്കൽ മോട്ടോയുടെ ബോക്സ് ആണ്, കാരണം പ്ലാസ്റ്റിക് ഫ്രീ ആണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു ബോക്സ് തന്നെയാണ്. ഇവിടെ നോക്കാം അതിന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡ്, മാനുവലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ അവിടുത്തെ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, പിന്നെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഫോൺ. ഇതാണ് ഫോൺ. ഇതാണ് കളർ എടുത്തേക്കുന്നത്. ഒരു കളറിന്റെ പേര് ഈ പാടാ പറയുന്നത്, അതാണ് ഏറ്റവും വലിയ കഷ്ടമാണ്. പേരെന്തായിരുന്നു ഇതിന്റെ കളറ്? പാന്റോൺ ഗോൾഡൻ സിപ്രസ് എന്ന് പറയുന്ന കളറാണ് വരുന്നത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ പച്ച പോലെ തോന്നും. നമുക്ക് സൈഡ് ഫ്രെയിം വരുന്ന പ്ലാസ്റ്റിക് ആണ്, ബാക്ക് വീഗൽ ലെതറാണ്. റച്ചായാലും പിന്നെ മേളിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിന്റെ ഒരു ലോഗോ വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്. താഴത്തെ USB Type-C 2.0 ആണ് വരുന്നത്. പിന്നെ സെക്കൻഡറി മൈക്രോഫോൺ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നത്. പിന്നെ ഇത് IP69 68 റേറ്റിംഗും വരുന്നുണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് 8 സർട്ടിഫൈഡും വരുന്നുണ്ട്. സോ അണ്ടർ 20K ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണുകളാണ് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ. ബാക്കിൽ നമുക്ക് 3 ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫ്ലാഷ്, ഇവിടെ നമുക്ക് ഡുവൽ ഫ്ലാഷും വരുന്നുണ്ട്. സോ ഫ്രണ്ട് സൈഡ് നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ല കിട്ടുക്കൻ സാധനമാണ് കാണാനായിട്ട്. ഡിസ്പ്ലേ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. പിന്നെ ചാർജർ നമ്മൾ നോക്കുവാണെങ്കിൽ 33 വാട്ട് ചാർജറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് വയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വയർ, Type A to Type-C കേബിളാണ് വരുന്നത്. സോ ഇതാണ് ഓവറോൾ അൺബോക്സിങ് എക്സ്പീരിയൻസ്. പിന്നെ ഫോണിനെ കുറിച്ച് നമ്മൾ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ഇൻ ഹാൻഡ് ഫീൽ വെച്ച് നോക്കുവാണെങ്കിൽ സൈഡൊക്കെ ഇച്ചിരി ബോക്സിയാണ്, മേളും സൈഡൊക്കെ ബോക്സ് തന്നെയാണ് വരുന്നത്. ഇൻ ഹാൻഡ് ഫീൽ വെച്ച് നോക്കാൻ നല്ല പ്രീമിയം കൂടിയാണ്. പിന്നെ ഫ്രണ്ട് കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സാധാരണ മോട്ടോ ഫോൺസ് മിക്കതും കർവ്ഡ് ആണ്, പക്ഷേ ഇപ്രാവശ്യം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ ഒരു 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. POLED ആണ്, 10-bit പാനലാണ് വരുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ക്രിട്ടിക്കൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ആണ്. പിന്നെ അധികം ബ്രോഡ്ബാൻഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് വേറെ ആപ്ലിക്കേഷൻസോ ബ്രോഡ്ബാൻഡ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ക്യാൻഡി ക്രഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡിസേബിൾ ചെയ്ത് കൊടുത്താലും മതി. അല്ലാണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുക്കുവാണ്, HDR10+ 4K. സ്റ്റട്ടറിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കോൺട്രാസ്റ്റ് കുറച്ച് കാണിക്കാം. ഓക്കെ, ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മളിപ്പോൾ സ്പീക്കേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ
അതാണ് പ്രശ്നം. എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഭയങ്കര ഇതാണ്. നല്ല ലൗഡാണ്. നിങ്ങൾക്ക് ഓവറോൾ ലൗഡൻസ് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ലൗഡാണ്, അത്യാവശ്യം ബേസ് ഉണ്ട്, പക്ഷെ ശരിക്കും ബേസ് ഇല്ല, എന്നാലും ലൗഡാണ്, ക്ലിയറുമാണ്, അങ്ങനത്തെ ഒരു സ്പീക്കറാണ്. നെക്സ്റ്റ് പെർഫോമൻസ് നമ്മൾ പറയുകയാണെങ്കിൽ മീഡിയാടെക് ഡയമൻസിറ്റി 7400 ആണ് വരുന്നത്. അതാണ് അതിന്റെ ആക്റ്റീവ് സ്കോർ വരുന്നത്. ടോട്ടൽ ആക്റ്റീവ് സ്കോർ 8,63,102 ആണ് വരുന്നത്. ഇൻഡിവിജ്വൽ സ്കോറാണിത്. 3,28,000 CPU വരുന്നുണ്ട്. 75,536 GPU വരുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലി 3 degrees മാത്രമേ ഗെയിൻ ചെയ്തിട്ടുള്ളൂ. സോ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ചിപ്സെറ്റും അങ്ങനെ ഹീറ്റൊന്നും ആവാത്തൊരു ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. അങ്ങനെ ത്രോട്ട്ലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, അധികം ഹീറ്റും ആവുന്നില്ല. അങ്ങനെ നോയ്സിന്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ ആൻഡ്രോയിഡ് 16 ചെയ്തായിരുന്നു. അതിന് മുമ്പ് 15 ആയിരുന്നു. സോഫ്റ്റ്വെയർ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ 15, 16 എന്നപ്പോൾ നമ്മളൊക്കെ MIUI 13, 14 അല്ലെങ്കിൽ ഹൈ പ്രോയ്സ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് വരും. ഇതിനങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. പഴയ പോലെയൊക്കെ തന്നെ വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്ഡേറ്റ്സിന് കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ 1 വർഷത്തെ അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് കുറച്ച് മോശമായിപ്പോയി. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 2 year എങ്കിലും ഫോണിൽ കൊടുക്കണം. അത് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ വോയിസിൻ്റെ കാര്യത്തിൽ. അല്ലാണ്ട് സ്മൂത്താണ്. പിന്നെ വലിയ ആഡ്സോ കാര്യങ്ങളോ ഒന്നും ആഡ്സ് ഇല്ല, റോട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾ ആക്കും കേട്ടോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അത് നിങ്ങൾ നോക്കണം. അല്ലാണ്ട് ഡയറക്റ്റ്ലി ഫോൺ ഓൺ ആക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല, പിന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇതാണ് ക്യാമറ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഓഡിയോ വരുന്നുണ്ട്, ഓഡിയോ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ക്യാമറ ക്വാളിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ റിയർ ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം 4K 30 FPS ആണ്. എനിക്ക് ഈ ഡിസ്പ്ലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് 2x സൂമിങ്ങും പറ്റുന്നുണ്ട്. ഓഡിയോ സൂം ഓപ്ഷനും കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 4K 30 FPS അൾട്രാ വൈഡ് ആംഗിളും കിട്ടും. ഇവൻ 8 MP ആണെങ്കിൽ പോലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിളിൽ നമുക്ക് 4K 30 FPS കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 8.3 MP അങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രൈമറി സെൻസർ നമുക്ക് LYT 600 ആണ്. 1/1.95 ഇഞ്ചിൻ്റെ സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു ഫ്ലിക്കർ സെൻസറും വരുന്നുണ്ട്. നമുക്ക് 8 MP നമുക്ക് മാക്രോ ടു ഉപയോഗിക്കും. സോ ഗൈസ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം നമുക്ക് 4K 30 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഞാൻ ഓടി കാണിച്ചു തരാം. ഓക്കെ, നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെൻസർ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. 32 MP ആണ് സെൽഫി ക്യാമറ. സോ ഗൈസ് BGMയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ്സ് മാക്സിമം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സ്മൂത്ത് എക്സ്ട്രീം ആണ്. സോ മാക്സ് ഇത്ര അവൈലബിൾ ആയിട്ടുള്ളൂ. സ്മൂത്തിന് നമുക്ക് 60 FPS ഗെയിം കളിക്കാൻ പറ്റും. സോ നമ്മൾ കുറേ നാളായി BGM കളിച്ചിട്ട്, എന്നാലും കുഴപ്പമില്ല. എൻ്റെ സെറ്റിങ്സ് ആണ്, എൻ്റെ ബ്രദറിൻ്റെ സെറ്റിങ്സ് ആയതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റും. ഇനി നമ്മൾ ബാറ്ററി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 6720 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 33 watt ആണ് നമുക്ക് ചാർജർ ബോക്സിൽ കിട്ടുന്നത്. ഒരു 1.5 hours കൊണ്ട് 0 to 100% ആവും. പിന്നെ ബാറ്ററി എങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലായപ്പോൾ കുറച്ച് ട്രെയിനിങ് ഉണ്ട്, എന്തെന്നറിയാൻ പാടില്ല. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം. നമുക്ക് 6720 mAh പെർഫോമൻസ് ഇച്ചിരി കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ഫോണാണ്, സോഫ്റ്റ്വെയർക്ക് ഒപ്റ്റിമൈസ് ആവാൻ സമയമുണ്ട്.
ഇപ്പോൾ ആൻഡ്രോയിഡ് 16 കിട്ടിയിട്ടേ ഉള്ളൂ. സോ അതാ പറഞ്ഞ് നമുക്കൊരു ഫുൾ റിവ്യൂ ഞാനൊരു 1 വീക്ക് അപ്പുറം നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ചെയ്യാം. എന്തായാലും ഇത് നമുക്ക് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിലാണ് ചെയ്യുന്നത്. സോ പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെ വരുന്നുണ്ട്. നമുക്ക് പബ്ജിയിൽ നമുക്ക് സ്മൂത്ത് 60 FPS എന്തായാലും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് ഒബിയസ്ലി ഗെയിമിംഗ് ഫോൺ അല്ല, എന്തായാലും നിങ്ങൾക്കൊരു 57 to 60 FPS എന്തായാലും കിട്ടും. നമുക്ക് 1 വീക്ക് കഴിഞ്ഞ നമുക്കൊരു ഗെയിമിംഗ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം പബ്ജിയുടെ. ഇത് ഒരു എന്താ പറയുക, ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. നമുക്ക് നെറ്റ്വർക്കിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്, വൈഫൈ 6, പിന്നെ NFC IR ബ്ലാസ്റ്റർ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയാം, IR ബ്ലാസ്റ്റർ NFC ഒന്നുമില്ല. പിന്നെ ബ്ലൂടൂത്ത് 5.4 ആണ്, വൈഫൈ 6 ആണ് വരുന്നത്, USB Type-C 2.0 ആണ് വരുന്നത്, പിന്നെ 10 5G ബാൻഡാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല 5G ബാൻഡ് കിട്ടുന്നുണ്ട്. 5G പ്ലസ് വരുന്നുണ്ട്, 4G പ്ലസ് ആണ് ഇപ്പോൾ 4G പ്ലസും വരുന്നുണ്ട്. സോ അത് നല്ല കാര്യം തന്നെയാണ്. കാരിയർ അഗ്രിഗേഷൻ എനേബിൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹൈബ്രിഡ് കാർഡ്സിലോട്ടാണ് നമുക്ക് ഒരു സിം അല്ലെങ്കിൽ SD കാർഡ് ഇടാൻ പറ്റും. അപ് ടു 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതും നല്ലൊരു കാര്യം തന്നെയാണ്. മെമ്മറി കാർഡും ഓപ്ഷൻ വരുന്നുണ്ട്. കാരണം 8GB 128GB വേരിയൻറ്റ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ 120GB ചിലർക്കൊക്കെ കുറവ് എന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. സോ അത് നല്ല കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ മോട്ടോ G86 ഒരു കൺക്ലൂഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അണ്ടർ 18K ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കുറേ കോംപ്രമൈസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു റയർ ഫോണാണ്, നമുക്കൊരു കോംപ്രമൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവൻ ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ IP6869 ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, മിലിറ്ററി സ്റ്റാൻഡേർഡ് 800 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ചേട്ടനായിട്ട് വരുന്ന G96 മോട്ടോയുടെ തന്നെ, പിന്നെ IQ Z11X പുതിയതായിട്ട് ഇറങ്ങിയത്, അതാണ് നമ്മൾ കോമ്പറ്റീഷനായിട്ട് മെയിനായിട്ട് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ. G96 കാര്യവും ഇത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ G96 കർവ്ഡ് ഡിസ്പ്ലേ ആണ്, സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് വരുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ആണ്, ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, അതും 1.5K ഡിസ്പ്ലേ ആണ്. അത് ഫുൾ HD പ്ലസ് ആണ്, ഇത് 1.5K വരാൻ. ഇത് ബെറ്ററാണ്. പിന്നെ 7S Gen 2 എന്തുകൊണ്ടും ബെറ്ററുള്ള ചിപ്സെറ്റാണിത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ആവും 7S Gen 2. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ മോട്ടോ G96 5500 mAh ബാറ്ററിയാണ്, ഇതിന് 6720 mAh ബാറ്ററിയാണ് വരുന്നത്. സോ ലാർജർ ബാറ്ററിയും വരുന്നുണ്ട്. ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഫോണാണ് ബെറ്റർ. ഒരേ ഒരു ഗുണം അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ബെറ്റർ ക്യാമറ വരുന്നുണ്ട് നമുക്ക് G96. LYT 700 ആണ് വരുന്നത്, ഇവിടെ 600 ആണ്. അതുകൊണ്ട് ഇച്ചിരി ബെറ്റർ ലാർജർ സെൻസറാണ് അവിടെ ഇരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ G96. ഇനി IQ Z11X കാര്യം നമ്മൾ പറയുവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഗുണമെന്ന് പറഞ്ഞാൽ ആകെ 2 ഗുണമേ ഉള്ളൂ. ഒന്ന് UFS 3.1 സ്റ്റോറേജ് നമുക്ക് IQ Z11X വരുന്നുണ്ട്. പിന്നെ ഒന്ന് ലാർജർ ബാറ്ററി 7200 mAh ബാറ്ററി അതിനും വരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, 1.5K ഡിസ്പ്ലേ ആണ്, അതും POLED ആണ്. IQ Z11X IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, പ്ലാസ്റ്റിക് ബാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന് മിലിറ്ററി സ്റ്റാൻഡേർഡ് 800 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 8 MP അൾട്രാ വൈഡ് വരുന്നുണ്ട്, അതിലും നമുക്ക് 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. മാക്രോ വരുന്നുണ്ട്. ഒരു ഫീലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഫോണാണ്. ഓവറോൾ വെച്ച് നോക്കുക ഒരു ബാലൻസ്ഡ് ഫോണാണ് മോട്ടോയുടെ. ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ റെയർ ഫോണാണ് മോട്ടോയുടെ. ഇതൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വരുന്നത്. പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ അപ്ഡേറ്റാണ് മോട്ടോ ആദ്യം പറഞ്ഞത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ മോട്ടോ നമുക്ക് Android 17 ബേറ്റ അപ്ഡേറ്റിൽ നമ്മുടെ G86 പവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ Android 17 കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ 2 വർഷത്തെ അപ്ഡേറ്റ് ആയി. സോ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലും ബെറ്റർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോട്ടോ. ഓവറോൾ വെച്ച് നോക്കി നോക്കുവാണെങ്കിൽ ഇത് ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം അണ്ടർ 18K വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം Z11X ഇതും സെയിം പ്രോസറാണ്, Dimensity 7400 ആണ് രണ്ടിലും വരുന്നത്. അതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഒപ്റ്റിമൈസേഷൻ്റെ ഡിഫറൻസ് എന്തായാലും കാണും, കാരണം അതൊരു ഗെയിമിംഗ് ഫോൺ എന്നുള്ള രീതിയിൽ ഇറക്കിയ ഫോണാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഫോണാണ്. സോ വെച്ച് നോക്കുവാണെങ്കിൽ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ ഫോൺ. ഒരു മോസ്റ്റ് 90% ആൾക്കാർക്ക് ഇതാണ് ബെറ്റർ ഫോൺ. സോ ഇതാണ് നമ്മുടെ മോട്ടോ G86 ഒരു റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഫോണാണ്, നിങ്ങൾ എടുക്കുക. പിന്നെ ചില സ്ഥലത്തേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാനെടുത്ത് പെൻഡേന്നാണ് ഇതെടുത്തത്. സോ പെൻഡേയിൽ മിക്കവാറും ഈ ഫോൺ അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.